ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റജ്ന സ്നാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസം ഞാൻ ഇതെല്ലാം വാങ്ങി വെച്ചിട്ട്, പക്ഷേ ഇതൊന്നും ഞാൻ ചട്ടയിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ടീച്ചർ നാളേക്ക് ഡ്രോയിങ് ബുക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കവറെല്ലാം ചെയ്തിട്ട്, കവർ ചെയ്താൽ മാത്രം പോരാ, അവിടെ ഗിൽട്ട് ടേപ്പൊക്കെ വെച്ച് ഒട്ടിക്കണം പറഞ്ഞിട്ടുണ്ട്. ഗിൽട്ട് ടേപ്പിനെ കാണിച്ചു തരാം കേട്ടോ. ഗിൽട്ട് ടേപ്പ് ചട്ടയിട്ടാൽ പോരാ, സൈഡിലായിട്ട് ഇങ്ങനത്തെ ഓരോ സബ്ജക്റ്റിന് ഓരോ കളറ് ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ, അതായത് ഹിന്ദിക്ക് പച്ച കളറെന്നാ, പിന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സാണ് അവർക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ കളർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വായിക്കാനൊന്നും അറിയില്ലല്ലോ, സോ കളർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പിങ്ക് കിട്ടിയിട്ടില്ല, ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, പിങ്ക് കിട്ടിയില്ല. പിങ്കും വേണമായിരുന്നു, പക്ഷെ ഞാൻ പിന്നീട് അതൊന്നും അന്വേഷിച്ചുമില്ല. ഇനി അത് വാങ്ങണം, അതൊന്ന് പെൻഡിങ് ആയി. ഹിന്ദിക്കാണ് 2 ലൈൻ നോട്ട്. ഇവിടെ മലയാളമൊന്നുമില്ല. മലയാളം ആഴ്ചയിൽ 2 സബ്ജക്റ്റ് അല്ല, ഒരു പീരീഡ്, 2 പീരീഡ്, ആഴ്ചയിൽ 2 പീരീഡൊക്കെ ഉള്ളൂ മലയാളം KVയിൽ. സോ അപ്പോൾ മലയാളത്തിനല്ല ഇത് ഹിന്ദിക്കുള്ള ബുക്കാണ്. 2 ലൈൻ കോപ്പി ഹിന്ദിക്കുള്ളതാണ്. പിന്നെ മാത്സിന് കാണിച്ചു, പിന്നെ ഇംഗ്ലീഷ് ഉണ്ട് കേട്ടോ, അത് ഹിന്ദിക്കായില്ലേ. പിന്നെ അതാ ഇത് വന്നിട്ട് മാത്സിന് കോളം ബുക്ക് കണ്ട, മാത്സിന് ഇത് മാത്സിനുള്ള ബുക്കാണ്. പിന്നെ ഇംഗ്ലീഷിന് 4 ലൈൻ കോപ്പി ബുക്കാണ്. ഇംഗ്ലീഷിന് നോടാ അവിടെ ഇംഗ്ലീഷിന് 4 ലൈൻ കോപ്പി. ഇത് ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദിയാണ് മെയിനായിട്ട് ഇവർക്കുള്ളത്. പിന്നെ ഡ്രോയിങ് ബുക്ക്. ഓക്കെ, ഇവരുടെ ടെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഹിന്ദി ബുക്കാണ്. ഇവരുടെ KVയിലുള്ള ഫസ്റ്റ് സ്റ്റാൻഡേർഡുടെ ബുക്കാണിത്, ഹിന്ദി ബുക്കാണ്. കണ്ടോ, സാരംഗി ഹിന്ദി ഭാഷാക്കി പാഠ്യ പുസ്തക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, സാരംഗി പറഞ്ഞിട്ട്. പക്ഷേ ഇഹാൻ കഴിഞ്ഞ പ്രാവശ്യം 1-ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് എങ്കിലും, പക്ഷേ ഹിന്ദിയൊന്നും പഠിച്ചിട്ടില്ല. ഗുരുകുലത്ത് ഹിന്ദിയൊന്നും ഇല്ലല്ലോ. സ്റ്റേറ്റ് സിലബസുകാർക്കൊക്കെ 5th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടാണല്ലോ ഹിന്ദി. പക്ഷെ ഞാൻ സെൻറ്റ് പോൾസിൽ പഠിച്ച ആ സമയത്തൊക്കെ ഹിന്ദി ഞാൻ UKG തൊട്ടേ പഠിച്ചിട്ടുണ്ട്. സെൻറ്റ് പോൾസ് CBSE ആണല്ലോ, ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് തന്നെ ചെറിയ ചെറിയ കഥകളായിട്ടാണ്. പക്ഷേ എൻ്റെ ഡൗട്ട് എന്താ വെച്ചാൽ, അപ്പോൾ അക്ഷരങ്ങളൊക്കെ എപ്പോഴാണ് അവർ പഠിക്കുക എന്നുള്ളതാണ്. നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഇപ്പോൾ ക്ലാസ്സിൽ പോയപ്പോൾ അവർ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്ക് 3 മാസത്തിന് ശേഷമേ തുടങ്ങുള്ളൂ. അതിന് മുന്നായിട്ട് കുറച്ച് വേറെ ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിപ്പിക്കുമായിരിക്കും അക്ഷരങ്ങളെല്ലാം. ഇത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ സ്റ്റോറീസാണ്. മീനാക്ക പരിവാർ സ്റ്റോറിയാണ്. അത് എടുത്തെടുപ്പേ കുട്ടികളിങ്ങനെ വായിക്കില്ലല്ലോ, അക്ഷരങ്ങളൊന്നും കാണാനില്ല. എനിക്കതാണ് അറിയാത്തത്. ഇതാണ് അവരുടെ ഹിന്ദി ബുക്ക്, നല്ല കട്ടിയുണ്ട്. ഇതാണ് ഹിന്ദി ബുക്ക്. ഓക്കെ, ഇത് 1-ാം ക്ലാസ്സിലെ ഹിന്ദി ബുക്കാണ്. പിന്നെ നമുക്ക് വേറെ ബുക്ക് വന്നിട്ട് ഇതാണ് ജോയ്ഫുൾ മാത്സ് ആണ്. പിന്നെ അടുത്ത ബുക്ക് വരുന്നത് അത് വന്നിട്ട് ഇതാണ്. എനിക്ക് പണ്ടത്തെ ഞാൻ പഠിച്ച NCERT ആണ് ഓർമ്മ വരുന്നത്. അതായത് ഞാൻ സെൻറ്റ് പോൾസിൽ പഠിച്ച മാത്സ് ബുക്കിനെയാണ് എനിക്ക് ഈ മാത്സ് ബുക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. ഇത്ര കട്ടിയുണ്ടാവും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ. 5th സ്റ്റാൻഡേർഡ് വരെ CBSE ആയിരുന്നു ഞാനും. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് ഓർമ്മ വരുന്നത് പെട്ടെന്ന്. സെൻറ്റ് പോൾസ് സ്കൂളും കുട്ടികളും അവിടെ ആ സമയത്തുള്ള കുട്ടികളിനെയൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബുക്ക് കാണുമ്പോഴേ. അപ്പോൾ മാത്സ്, ഇതാണ് അവരുടെ മാത്സ്. ഓക്കെ, പിന്നെ ഇഹാൻ ഗുരുകുലത്തിന് 1-ാം ക്ലാസ് പഠിച്ചതുകൊണ്ട് അവനിക്ക് ഇങ്ങനത്തെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഒരിക്കലും കൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അവനിക്ക് കുറച്ചും കൂടെ സിമ്പിളാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് വിചാരിക്കണത്. ഇനിയൊന്നും അറിയില്ല, ഞാൻ പഠിച്ചു വരുമ്പോഴേ എല്ലാം അറിയുള്ളൂ. ഇതാണ് ജോയ്ഫുൾ മാത്സ് ആണത്. ഇനി അടുത്തതാണ് ഇംഗ്ലീഷ് ബുക്കാണ്. കണ്ടോ, മൃദംഗ് പറഞ്ഞിട്ട് വലിയ ഇംഗ്ലീഷ് ബുക്കാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അതാ വെളിയിൽ നല്ല മഴ വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല മഴക്കാറുണ്ട്. സമയം 6 മണി കഴിഞ്ഞില്ല, 6:15 ആവും.
നല്ല മഴക്കാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജനലെല്ലാം തുറക്കാറും മിന്നലൊക്കെ പൊട്ടുണ്ട്, പിന്നെ കൊതുവും വരും. അപ്പോൾ ഇത് അടച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസം കിട്ടിയിട്ട് ഞാൻ തലേ ദിവസമാണ് ഒക്കെ എടുത്ത് നോക്കുന്നത് തന്നെ. മൃദംഗ് ടെക്സ്റ്റ് ബുക്ക് ഫോർ ഇംഗ്ലീഷ് മൃദംഗ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് ഫോർ ക്ലാസ് 1 ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, മൃദംഗ് പേരിട്ടിരിക്കുന്നത് മൃദംഗ്. അവരുടെ ഇംഗ്ലീഷ് ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എല്ലാ ബുക്കിലും ഉണ്ട് കേട്ടോ. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. PSC സ്റ്റുഡൻറ്റ് എന്തോ ഈ ഇടയിൽ എന്തൊക്കെയോ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, പക്ഷേ മാറ്റം വരുത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞത് തോന്നുന്നു. യൂണിറ്റ് 1 മൈ ഫാമിലി ആൻഡ് മീ. 2 little hands go clap clap clap, 2 little legs go tap tap tap. ഇതാണ് റൈമിങ്, ക്ലാപ്പ് ടാപ്പ്. ഓക്കെ, വൈഡ് സൈഡ് ഇതെല്ലാം റൈമിങ് വേർഡ്സ് ആണ്. ഓക്കെ, ഇതാണ് ഇംഗ്ലീഷിൽ വരുന്നതിലേ. അപ്പോൾ ABC ഒന്നും ഇവർ പഠിപ്പിക്കില്ല. ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ വരണത്. അവർ എന്താണ് ഉദ്ദേശിക്കണമെന്നൊന്നും അറിയില്ല. ഇതൊക്കെയാണ് ഇംഗ്ലീഷ്. ഐസ്, ഐ സീ വിത്ത് മൈ ഐസ്. ഇയേഴ്സ്, ഐ ഹിയർ വിത്ത് മൈ ഇയേഴ്സ്. നോസ് ആകുമ്പോൾ ഐ സ്മെൽ വിത്ത് മൈ നോസ്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ EVSലല്ലേ പഠിച്ചിട്ടുണ്ടല്ലേ. വാഷിംഗ് ഹാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ EVSലാണ് ഇവൻ പഠിച്ചിരുന്നത്. പിന്നെ അതാ ABCD എല്ലാം ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ബുക്ക് കുറച്ച് ടഫ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് ടഫ് തന്നെ ആയിരിക്കും. കുറച്ച് അഡ്വാൻസ്ഡ് ആണ് ഇംഗ്ലീഷ്. അപ്പോൾ മൃദംഗ് ഇതാണ് ഇംഗ്ലീഷ്. ഇതൊക്കെ തന്നെയാണ് അവരുടെ. എനിക്കിത് ഫുള്ളും കവർ ചെയ്യണം. അപ്പോൾ തൽക്കാലം ഞാൻ ഒന്നും തൽക്കാലം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഓരോരോ ബുക്ക് കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. അവൻ്റെ യൂണിഫോം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ യൂണിഫോമെല്ലാം ഞാൻ അന്നേനെ വാങ്ങി വെച്ചായി. ഇതാണ് ഷർട്ട്. അയ്യോ ചുരുക്കി ചുളുങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ. ഇനി അയൺ ചെയ്യണം തോന്നുന്നില്ലേ. ഇന്ന് തന്നെ അയൺ ചെയ്ത് വയ്ക്കാം. ഇതാണ് അവൻ്റെ യൂണിഫോം. യൂണിഫോമെല്ലാം തുന്നി വെച്ചിട്ടുണ്ട്. ഇത് ട്രൗസർ. ഇതാണ് അവരുടെ സ്പെഷ്യൽ യൂണിഫോം. ഇതാണ് കേട്ടോ. ബനിയനും ട്രാക്ക് പാൻറ്റുമാണ് സ്പെഷ്യൽ യൂണിഫോം. അതാണ് പാൻറ്റ്, ട്രാക്ക് പാൻറ്റ്. ഒരിക്കൽ എടുത്തിട്ട് വന്നു, പിന്നെ അവനിക്ക് കുറച്ച് വലുതായി പറഞ്ഞു, പിന്നെ തിരിച്ചു കൊടുത്തു. ഇത് 24 സൈസ് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇത് ട്രാക്ക് പാൻറ്റും ഇതും വെനസ്ഡേ ആണ് അവർക്ക്. പിന്നെ ഇങ്ങനത്തെ 2 ജോഡി എടുത്തിട്ടുണ്ട്. ഓക്കെ, മതിയാവുമല്ലോ. ഇതാണ് അവരുടെ യൂണിഫോം കാര്യങ്ങളും. അപ്പോൾ ജെസയ്ക്ക് നാളെ എന്താണുള്ളത്? പോവില്ലേ? പോവില്ലേ? കരയോ? നാളെ 6 മണിക്ക് എണിക്കുക, പല്ല് തേക്കുക, ഇക്കാൻ്റെ കൂടെ തന്നെ കുളിക്കുക. ഇക്ക 7:30 പോകും. നിന്നെ 10 മണിക്ക് ഞാൻ കൊണ്ടാക്കും. എന്നിട്ട് ഞാൻ വരും. കരഞ്ഞിട്ടുണ്ട്, ഞാൻ വിട്ടിട്ട് വരും തന്നെ ട്ടാ. ടീച്ചർ ഉറങ്ങു പറഞ്ഞാൽ വെറുതെ കണ്ണടച്ചിട്ട് വെറുതെ കടന്നാ മതി, ഉറക്കം വന്നില്ലെങ്കിലും ട്ടാ. ഉറക്കം വന്നില്ലെങ്കിലേ കണ്ണടച്ചിട്ട് വെറുതെ കടക്കുക. വേറെ കുട്ടികളെ തല്ലി വെക്കാനൊന്നും പാടില്ല. വേറെ കുട്ടികൾ നിന്നെ തല്ലി വെച്ചു പറഞ്ഞാൽ ടീച്ചറിനത് പറഞ്ഞു കൊടുക്കുക. ലാസ്റ്റ്ലി കുറച്ച് ടൈം എടുത്ത് പറഞ്ഞാൽ അവർ അത് വിളിച്ച് ഇത് വിളിച്ച് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് എല്ലാം പോയി. ലാസ്റ്റ് കവറെല്ലാം ചെയ്തു. ആവശ്യത്തിന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നാളേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ചെയ്യേണ്ടത്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കളർ ടേപ്പ്, ഇനി ഒരു ഹിന്ദി ബുക്കിൻ്റെ മാത്രം കളർ ടേപ്പ് എനിക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല. പക്ഷേ എങ്ങനെയായ ഹിന്ദി ബുക്കിനില്ലേ പിങ്കാണ്, പിങ്ക് എനിക്ക് കിട്ടിയില്ല കേട്ടോ. അത് വാങ്ങിച്ചിട്ട് ഒട്ടിക്കാം, മനസ്സിലായില്ലേ? നാളെ ടീച്ചർ അഥവാ ഇനി എടുക്കാൻ പറഞ്ഞു വെച്ചാൽ പിങ്ക് വന്നിട്ട് ഹിന്ദി ബുക്ക് പിങ്കാണ് കേട്ടോ. 2 ലൈൻ കോപ്പി ഹിന്ദിക്ക്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെയാണ് ഔട്ട്കം. ഇതാണ് ഡ്രോയിങ് ബുക്ക്, എല്ലാം കവർ ചെയ്തു. ഇതാണ് ഡ്രോയിങ്. പിന്നൊരു ഇത് വന്നിട്ട് എന്താണ്, ഗോൾഡൻ കളറിൽ മാത്സ് കേട്ടാ, ഗോൾഡൻ കളറിൽ മാത്സ്. ഈ മാത്സ് ബുക്കിന് തന്നെയാണ് ഈ ഗോൾഡൻ. ഓക്കെ, ഇതാണ് മാത്സ് സ്ക്വയർ നോട്ട് കണ്ടോ. അപ്പം മാത്സിന് ഗോൾഡൻ, പിന്നെ EVS ഗ്രീന്, പിന്നെ ഇംഗ്ലീഷ് നോട്ടിന് ബ്ലൂ. പക്ഷെ ഹിന്ദി ബുക്കിന് EVS ടെക്സ്റ്റ് ഇല്ല. പിന്നെ ഹിന്ദി ബുക്കിന് പിങ്കാണ്. പിങ്ക് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇത്രയാണ് കവർ ചെയ്തത്. ഇനി എനിക്ക് ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കണം. ഐഡൻറ്റിറ്റി കാർഡ് അതുണ്ടാക്കട്ടെ. എല്ലാം ഉണ്ടാക്കി ലാസ്റ്റ് ടൈം ഒരുപാടായിരുന്നു. ഇതൊക്കെ വൃത്തിയാക്കണം. എനിക്ക് വൃത്തിയാക്കിയിട്ട് വേണം എനിക്ക് കിടക്കാൻ. അവരൊക്കെ വെയിറ്റിംഗ് ആണ്. സോ എല്ലാവർക്കും ബൈ. ഇന്നത്തേക്ക് ബൈ കേട്ടോ.